പക്ഷെ ഇത്ര ഉഴപ്പിക്കൊണ്ട് അവർ അന്വേഷിക്കുന്നത് നമുക്കറിയാൻ പാടില്ലല്ലോ. ഇപ്പം തോന്നുന്നു കേരള പോലീസാണ് നല്ലത് എന്ന്. ഇപ്പം ഈ ഇവരെയൊക്കെ തോൽപ്പിച്ചുകൊണ്ടാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം CBI പറഞ്ഞപ്പോൾ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ സത്യസന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ അന്വേഷണം നല്ല രീതിയിൽ കൊണ്ടുവരുമെന്ന് വിചാരിച്ചു. പക്ഷേ കേരള പോലീസിനേക്കാളും മോശമായിട്ടാണ് അവരുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. വാളയാറിൽ മരിച്ച 2 പെൺകുട്ടികളുടെ അമ്മയുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. അവർ പറയുന്നു കേരള പോലീസ് ആയിരുന്നു നല്ലത് എന്ന്. കേരള പോലീസ് അന്വേഷിച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതി ഉണ്ടാകുമായിരുന്നില്ല എന്ന്. ഇപ്പോൾ അമ്മയും കേസിൽ പ്രതിയായി. വാദി പ്രതിയാകുന്ന അവസ്ഥയിലേക്ക് CBI അന്വേഷണം എത്തി. CBI കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. വാളയാർ കേസിൽ അമ്മയും അച്ഛനും പ്രതികളാണ് എന്ന്. 2017 കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. 2017 ജനുവരി മാസത്തിൽ മൂത്ത പെൺകുട്ടി മരിക്കുന്നു. മാർച്ച് മാസത്തിൽ രണ്ടാമത്തെ പെൺകുട്ടിയും മരിക്കുന്നു. പെൺകുട്ടികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ പീഡനത്തിന് ഇരയായിരുന്നു എന്ന് കണ്ടെത്തുന്നു. ആരാണ് പെൺകുട്ടികളെ പീഡിപ്പിച്ചത്? എങ്ങനെയാണ് പെൺകുട്ടികൾ മരിച്ചത്? ഈ ചോദ്യം അന്നും ഉയർന്നിരുന്നു, ഇപ്പോഴുമുണ്ട്. ഇപ്പോഴും ദുരൂഹമായി നിൽക്കുന്നു. ആരാണ് യഥാർത്ഥ പ്രതികളെന്ന് കണ്ടെത്തിയോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. ആദ്യം ഈ കേസ് അന്വേഷിച്ചത് കേരള പോലീസാണ്. കേരള പോലീസിന്റെ അന്വേഷണത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വന്നു. സമരസമിതി രൂപീകരിച്ചു. CR നീലകണ്ഠനാണ് സമരസമിതിയുടെ നേതാവ്. അഡ്വക്കേറ്റ് A ജയശങ്കറും സമരസമിതിക്ക് എല്ലാ പിന്തുണയുമായി രംഗത്തെത്തി. വലിയ രാഷ്ട്രീയ പ്രശ്നമാക്കി ഇത് മാറ്റി. പാലക്കാട് സമരം നടന്നു. പാലക്കാട് സമരം പിന്നീട് സെക്രട്ടേറിയറ്റിലേക്ക് വ്യാപിപ്പിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ സമരം നടന്നു. മാധ്യമങ്ങൾ വലിയ പ്രചാരണം സംഘടിപ്പിച്ചു. CPIM-ന് ബന്ധമുള്ളവരാണ് പ്രതികൾ, CPIM പ്രവർത്തകരാണ് പ്രതികൾ, അതുകൊണ്ട് അവരെ രക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു, കേരള പോലീസ് ശ്രമിക്കുന്നു എന്നായിരുന്നു വലിയ പ്രചാരണം. പെൺകുട്ടികളുടെ അമ്മയെ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിച്ചു. MP രാജേഷ്, ഇന്നത്തെ മന്ത്രി, അന്ന് പാലക്കാട് MP ആയിരുന്നു. അദ്ദേഹം 2019 ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന ഘട്ടത്തിൽ പെൺകുട്ടികളുടെ അമ്മയെ മണ്ഡലത്തിലുടനീളം പ്രചാരണത്തിന് ഇറക്കി. 2019 മാത്രമല്ല, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃത്താല മണ്ഡലത്തിൽ MP രാജേഷ് മത്സരിക്കുന്ന തൃത്താല മണ്ഡലത്തിൽ പെൺകുട്ടിയുടെ അമ്മയെ പ്രചാരണത്തിന് ഇറക്കി. അവിടെ മാത്രമല്ല, ധർമ്മടം മണ്ഡലത്തിലേക്ക് പിണറായി വിജയൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ, മുഖ്യമന്ത്രി മത്സരിക്കുന്ന മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു പെൺകുട്ടികളുടെ അമ്മ, പൊതു സ്ഥാനാർത്ഥിയായി. എന്തിനു വേണ്ടി? കേരളത്തിൽ വലിയ ചർച്ചയാക്കി മാറ്റണം. 2 പെൺകുട്ടികൾ മരിച്ചിരിക്കുന്നു. എന്താണ് അതിന് ഉത്തരവാദി? ഇതുവരെ നീതി കിട്ടിയില്ല. യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ കഴിയുന്നില്ല. പ്രതികൾ CPIM ബന്ധമുള്ളവരാണ്. CPIM ബന്ധമുള്ളവരാണ് എന്ന് മാത്രമല്ല, MP രാജേഷിന്റെ ഭാര്യ സഹോദരൻ നിതിൻ കണിച്ചേരി അന്ന് DYFIയുടെ നേതാവായിരുന്നു. നിതിൻ കണിച്ചേരിക്ക് ഈ കേസിൽ ബന്ധമുണ്ട്. നിതിൻ കണിച്ചേരിക്ക് അറിയാം പ്രതികൾ ആരാണ് എന്ന്. നിതിൻ കണിച്ചേരി തന്നെ പ്രതിയാണ് എന്ന രൂപത്തിൽ പ്രചാരണം സംഘടിപ്പിച്ചു കേരളത്തിൽ. അങ്ങനെ വലിയ രാഷ്ട്രീയ പ്രശ്നമായ സംഭവം. CR നീലകണ്ഠനും A ജയശങ്കറും കൂടി ഈ സംഭവത്തെ സർക്കാരിനെതിരെ, കേരള പോലീസിനെതിരെ, CPIM-നെതിരെ വഴിതിരിച്ചു വിടാൻ എല്ലാ ശ്രമങ്ങളും നടത്തി. പാലക്കാട് ആരംഭിച്ച സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് കൊണ്ടുവന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 2 പെൺകുട്ടികളുടെ വസ്ത്രം, ഉടുപ്പ് തൂക്കിയിട്ടുകൊണ്ട് നടത്തിയ സമരം ഏറെ ശ്രദ്ധയാകർഷിച്ചിരുന്നു. എല്ലാ മാധ്യമങ്ങളിലും വലിയ വാർത്തയായിരുന്നു. എല്ലാ ചോദ്യങ്ങളും ഉയർന്നത് CPIM-ന് നേരെയായിരുന്നു. അന്ന് അന്വേഷിച്ച പോലീസ് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുകയും അമ്മയെ സാക്ഷിയാക്കുകയും ചെയ്തിരുന്നു. അമ്മ അന്ന് പോലീസ് കേസിൽ സാക്ഷി മാത്രമായിരുന്നു. ഇന്ന് അമ്മയും അച്ഛനും കേസിൽ പ്രതിയായിരിക്കുന്നു. CBI അന്വേഷിച്ചപ്പോൾ പെൺകുട്ടിയുടെ അമ്മ തന്നെയാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. സമരസമിതിയുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം നടത്തി. പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി CBIക്ക് അന്വേഷണം കൈമാറുന്നു. അങ്ങനെ CBI വന്നു. ആദ്യഘട്ടത്തിൽ CBI അന്വേഷിച്ചു, കുറ്റപത്രം സമർപ്പിച്ചു. CBI കോടതി തന്നെ കുറ്റപത്രം തള്ളി. രണ്ടാമതാണ് കുറ്റപത്രം സമർപ്പിച്ചത് CBI. പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും കേസിൽ പ്രതിയാണ്. ഈ പെൺകുട്ടികളെ പീഡിപ്പിച്ച വിവരം അച്ഛനും അമ്മയ്ക്കും അറിയാമായിരുന്നു. അത് മറച്ചുപിടിച്ചു. പോക്സോ കേസാണ് ചുമത്തിയത് അച്ഛനും അമ്മയ്ക്കുമെതിരെ. അറസ്റ്റ് ചെയ്താൽ ജയിലിൽ കിടക്കേണ്ടി വരും. ജാമ്യം കിട്ടാത്ത വകുപ്പാണ്. സ്വാഭാവികമായും മറ്റൊരു മാനത്തിലേക്ക്, വലിയ ട്വിസ്റ്റിലേക്ക് കേസ് മാറിയിരിക്കുന്നു. ആരാണ് ഇതിന് ഉത്തരവാദി? ആരാണ് കേസ് വഴിതിരിച്ചു വിട്ടത്? യഥാർത്ഥ പ്രതികളെ കണ്ടെത്തി ശിക്ഷിക്കപ്പെടുന്നതിന് പകരം അതൊരു രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റാൻ മുൻകൈയെടുത്തത് ആരാണ്? അതിന് നേതൃത്വം കൊടുത്തത് CR നീലകണ്ഠനാണ്. അതിനെ സഹായിച്ചത് അഡ്വക്കേറ്റ് A ജയശങ്കറാണ്. അഡ്വക്കേറ്റ് A ജയശങ്കറും CR നീലകണ്ഠനും ആ ഘട്ടങ്ങളിലൊക്കെ ടെലിവിഷൻ ചാനലുകളിലൂടെ നടത്തിയ ചർച്ചകളുണ്ട്. ഒന്ന് വെറുതെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമുക്ക് കേൾക്കും അവർ എന്ന് പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയാണ് എന്ന്. ഇപ്പോഴെന്താണ് സംഭവിച്ചത്? എല്ലാം തിരിഞ്ഞു മറിഞ്ഞു.
CBI വേണമെന്ന് ആവശ്യപ്പെട്ട് സമരം നടത്തി. പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ തന്നെ സമരരംഗത്തിറങ്ങി കോടതിയെ സമീപിക്കുന്നു. അങ്ങനെ അന്വേഷണം നടക്കുന്നു. അവസാനം വാദി തന്നെ പ്രതിയാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. അന്ന് തന്നെ അമ്മയുടെ നേർക്ക് സംശയമുന നീണ്ടിരുന്നു. പക്ഷേ കേസിൽ പ്രതിയാക്കാൻ തുനിഞ്ഞിരുന്നില്ല. കാരണം ജനവികാരം അപ്പോഴേക്കും പെൺകുട്ടിയുടെ അമ്മയ്ക്ക് അനുകൂലമായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ കേസിൽ പ്രതിയാക്കിയാൽ അത് വലിയ പ്രശ്നമാകുകയും CPI നേതാക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അമ്മയെ കേസിൽ പ്രതിയാക്കിയത് എന്ന വാദം ഉയർന്നു വരികയും അതുവരെ ചർച്ചയാകുകയും ചെയ്യും. അത് സർക്കാരിനും പോലീസിനും വലിയ തിരിച്ചടിയായി മാറാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് അന്ന് പെൺകുട്ടികളുടെ അമ്മയെ സാക്ഷിയാക്കിയത് കേരള പോലീസ്. അത് പോരാ, യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസിന് പോയത്. പക്ഷേ എന്താണ് സംഭവിച്ചത്? അവസാനം അമ്മ തന്നെ പ്രതിയായി മാറുന്ന സംഭവം, അച്ഛൻ തന്നെ പ്രതിയായി മാറുന്ന സംഭവം. വരട്ടെ, നോക്കാം എന്നാണ് ഇപ്പോൾ അമ്മ പറയുന്നത്. ഇതിനേക്കാൾ നല്ലത് കേരള പോലീസ് ആയിരുന്നു എന്ന് പറയുന്നിടത്തേക്ക് പെൺകുട്ടിയുടെ അമ്മ ഇന്ന് എത്തി നിൽക്കുന്നു. വാക്കുകൾ കേൾക്കാം. പക്ഷെ ഇത്ര ഉഴപ്പിക്കൊണ്ട് അവർ അന്വേഷിക്കും നമുക്കറിയാൻ പാടില്ലല്ലോ. ഇപ്പൊ തോന്നുന്നു കേരള പോലീസാണ് നല്ലത് എന്ന്. ഇപ്പൊ ഈ ഇവരെയൊക്കെ തോൽപ്പിച്ചുകൊണ്ടാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം CBI പറഞ്ഞപ്പോൾ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ സത്യസന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ അന്വേഷണം നല്ല രീതിയിൽ കൊണ്ടുവരുമെന്ന് വിചാരിച്ചു. പക്ഷേ കേരള പോലീസിനേക്കാളും മോശമായിട്ടാണ് അവരുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ പുതിയ തെളിവുകളൊന്നും കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ടാണോ CBI ഇത്തരത്തിൽ ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങളെ പ്രതികളാക്കി? അതിൽ സംശയമുണ്ടോ? ഈ 7 വർഷമായിട്ട് നമ്മൾ സമരമായിട്ട് മുന്നോട്ട് പോകുന്നു, അന്വേഷിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. യഥാർത്ഥ പ്രതികൾ ആരാന്ന് CBIക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ അവരുടെ സ്വാധീനം കൊണ്ടാണ് ഇന്നത്തെ ഈ അവസാന കാലഘട്ടങ്ങളിൽ അച്ഛനും അമ്മനെയും പ്രതി ചേർത്തുകൊണ്ട് നാടകീയമായ രംഗം കൊണ്ട് അവർ മുന്നോട്ട് ഇറങ്ങി വന്നിരിക്കുന്നത്. എനിക്കതിനെ എങ്ങനെ കാണാൻ പറ്റുന്നുള്ളൂ. യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള CBIയുടെ ശ്രമം, രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണല്ലോ ഈ കേസ് അട്ടിമറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അവർ അവസാനം കൊണ്ട് തല കുത്തനമെന്ന് നമ്മുടെ മുന്നിലല്ലേ നിൽക്കുന്നത്, അച്ഛനും അമ്മനും കുറ്റക്കാരാക്കിക്കൊണ്ട്. ഇവരെങ്ങനെ വിശ്വസിക്കണം? ഞാൻ അവരോട് മുഖത്ത് നോക്കി പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളുടെ അന്വേഷണം പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കണമെങ്കിൽ എൻ്റെ മക്കളത് കൊലപാതകമാണെന്ന് അന്വേഷണം മുന്നോട്ട് വരുമ്പോൾ മാത്രമേ എനിക്ക് നിങ്ങളെയും വിശ്വാസമുള്ളത്. അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യമാണ്. അതിന് ശേഷം ഈ നിമിഷം വരെ അവരെന്നെ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. കുട്ടികൾ എന്നുള്ള കാര്യം നേരത്തെ തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടും പറഞ്ഞില്ല എന്നാണ് ഇപ്പോൾ കുറ്റപത്രത്തിൽ പറയുന്നത്. അതങ്ങനെയാണല്ലോ. കട്ടവരും കിട്ടിയില്ലെങ്കിൽ കിട്ടിയവരെ കുറ്റവാളികളാക്കുക എന്നുള്ളതാണല്ലോ പോലീസിൻ്റെ കയ്യിലുള്ളൊരു തന്ത്രം. അതിപ്പോൾ യഥാർത്ഥ പ്രതികളിൽ അവർക്ക് എത്താൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ തൊടാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അവസാന ഘട്ടത്തിൽ ഇപ്പോൾ അച്ഛനും അമ്മനെയും പ്രതി ചേർത്തുകൊണ്ട് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതല്ല, ഇതിലപ്പുറം അവരെന്ത് പറഞ്ഞു വന്നാലും എനിക്കതിലൊരു പ്രശ്നവുമില്ല. എനിക്കെന്നല്ല, സമരസമിതിക്ക് വരെ നമ്മൾക്ക് എൻ്റെ മക്കളെ കൊന്നതാണെന്ന് ലോകത്തിനോട് വിളിച്ച് പറയാനുള്ള ഒരു അവസരമാണ്. അതെൻ്റെ അവസാന ശ്വാസം വരെ നമ്മൾ സമരമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. CBI ഇനിയിപ്പോൾ ഇതല്ല, ഇതിലപ്പുറം വലിയ വാചകം കൊണ്ട് വന്നാലും നമുക്ക് ഭയമൊന്നുമില്ല. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഈ വരുന്ന 13-ാം തീയതി മൂത്തമകൾ മരിച്ചിട്ട് 8 വർഷം കഴിഞ്ഞ് 9ാമത്തെ വർഷം സ്റ്റാർട്ടിംഗ് ആണ്. അപ്പം നമ്മൾ എറണാകുളത്താണ് സമരം വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ആ സമരരംഗവുമായിട്ട് മുന്നോട്ട് ഇറങ്ങുന്നതിൽ ശക്തമായിട്ട് കോടതിയെ നമ്മൾ സമീപിക്കും. ഇതിനെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുന്നത് വരെ നമ്മൾ സമരമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അത് നമ്മുടെ ആവശ്യമുള്ളൂ. നമ്മളെ കുറ്റക്കാരാക്കി ഇപ്പം അച്ഛനും അമ്മയും തെറ്റുകാരാണെന്ന് ഇപ്പോൾ CBI പറയുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള തെളിവ് അവർ കൊണ്ടുവരട്ടെ. ഞങ്ങൾ തെറ്റുകാരാണെന്നുള്ളൊരു തെളിവ് അവർ കൊണ്ടുവരുന്നതിൻ്റെ കൂടെ ഈ മാധ്യമങ്ങളെയും കൂട്ടി വരട്ടെ അവർ. ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് സമരസമിതി നേതാക്കളാണ്. CR നീലകണ്ഠനാണ്, അഡ്വക്കേറ്റ് A ജയശങ്കറാണ്. അതോടൊപ്പം സമരത്തിൽ പങ്കെടുക്കുകയും സമരത്തിന് നേതൃത്വം കൊടുക്കാൻ അഹോരാത്രം പ്രയത്നിച്ചവരുമാണ്. എന്തിന്? ആ ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത്. ആരെ രക്ഷപ്പെടുത്താൻ? ആർക്കെതിരെ ഇത് തിരിച്ചുവിടാൻ? ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ഇത്രയും ഹീനമായ നീക്കം നടത്താൻ പാടുണ്ടോ? ഒരു വ്യക്തിക്കെതിരെ, MP രാജേഷിനെതിരെ ഇത്രയും ഹീനമായ ശ്രമം നടത്താൻ പാടുണ്ടോ? മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ അമ്മയെ സ്ഥാനാർത്ഥിയാക്കി രാഷ്ട്രീയ പ്രചാരണത്തിന് ഈ സംഭവത്തെ മാറ്റാൻ പാടുണ്ടോ? ഈ ചോദ്യം ഉയർത്തേണ്ടത് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ മുഖത്തേക്കാണ്. ഈ ചോദ്യം ആവർത്തിച്ച് ചോദിക്കേണ്ടത് CR നീലകണ്ഠനോടാണ്. ഇപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട് CBI അന്വേഷണം ശരിയല്ല, CBI അന്വേഷണം വഴിതിരിച്ചു വിട്ടു, CBI ആരോ സ്വാധീനിച്ചു. ഇതാണ് ഇപ്പോഴത്തെ വാദം. ആരാണ് സ്വാധീനിച്ചത്? അത് CPI നേതാക്കളാണ് എന്ന് വരെ പറയാൻ ഇനി മടിയുണ്ടാകില്ല CR നീലകണ്ഠനും അതേപോലെ അഡ്വക്കേറ്റ് A ജയശങ്കറിനും ഒക്കെ. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു സംഭവം നടക്കുന്നു, യഥാർത്ഥ സംഭവം, ദയനീയമായ സംഭവം, ദുരന്തം എന്ന് പറയാൻ കഴിയുന്ന സംഭവം. അതിന്റെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താനുള്ള അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അതിനെ വഴിതിരിച്ചു വിടാൻ സമരം നടത്തി പൊതുജന വികാരം മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. എന്തിനു വേണ്ടി? ആരാണ് ഇവരെ സഹായിക്കുന്നത്? ആരാണ് CR നീലകണ്ഠന്റെയും അഡ്വക്കേറ്റ് ജയശങ്കറിന്റെയും പിറകിൽ? അതിനുള്ള ഉത്തരം പറയേണ്ടത് CR നീലകണ്ഠനും അഡ്വക്കേറ്റ് ജയശങ്കറുമാണ്. പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാതെ തൊടുന്യായം പറഞ്ഞ് ഇതാ ഈ കേസും ഈ അന്വേഷണവും അട്ടിമറിച്ചത് CPI നേതാക്കളാണ് എന്ന് പറഞ്ഞ് കേരളീയ സമൂഹത്തിലേക്ക് മുന്നിലേക്ക് വന്നാൽ അവർ അതിന് ചുട്ട മറുപടി നൽകും എന്നേ പറയാനുള്ളൂ.